അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 146 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 10 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഏത് നീതിമാന്മാരെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ പരിശോധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 10 വാക്യത്തിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 24 വാക്യത്തിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഏകമനുഷ്യനായ ആദാമിൻ്റെ ലംഘനം മൂലം സകല മനുഷ്യരിലും ആദാം മൂലം പാപം വ്യാപരിച്ചതുപോലെ യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാമിൻ്റെ അനുസരണം മൂലം ക്രിസ്തുയേശുവിൽ കൂടി സകല മനുഷ്യർക്കും ദൈവകൃപ ലഭിക്കുവാനിടയായി. യേശു പാപം ചെയ്യാത്തവനാണ്. പാപമറിയാത്തവനായ യേശു നമ്മുടെ പാപവും പാപത്തിൻ്റെ ഫലമായി ശാപവും അവൻ്റെ ശിരസിൽ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ പാപിയും ശാപഗ്രസ്തനുമായി ക്രൂശിന്മേൽ കയറേണ്ടി വന്നു. അതിനവനെ ആരും നിർബന്ധിച്ചില്ല. അവൻ തന്നെ നമുക്ക് വേണ്ടി അത് സഹിച്ചു. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആദാമ്യ പാപം ക്ഷമിക്കപ്പെട്ടു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നാം വിശ്വസിച്ചാൽ ദൈവമക്കൾ എന്ന നിലയിലേക്ക് യേശു നമ്മെ ഉയർത്തും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 12 വാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം യേശുവിനെ കർത്താവായി അംഗീകരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് നാം വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങിയാൽ നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും ദൈവമക്കളായി ദൈവഭവനത്തിലെ അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു. അപ്പോഴാണ് നാം ദൈവത്താൽ നീതീകരിക്കപ്പെടുകയും നാം നീതിമാന്മാരുടെ പട്ടികയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നത്. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കുന്ന വ്യക്തികളെ സൗജന്യമായി നീതീകരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനം 3 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നതുകൊണ്ട് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറുള്ള വ്യക്തികളെ ദൈവം സൗജന്യമായി നീതീകരിക്കുന്നു. അങ്ങനെ ദൈവം ഒരു വ്യക്തിയെ സൗജന്യമായി നീതീകരിച്ചാൽ ആ വ്യക്തിയാണ് യഥാർത്ഥ നീതിമാൻ. അങ്ങനെയുള്ള നീതിമാന്മാരെ യഹോവ സ്നേഹിക്കുന്നു എന്നാണ് 146 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നാം ഓർക്കണം. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിലും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിലും എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 24 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നവൻ ആകുന്നു. അവനെ പിതാവ് സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ വചനം പ്രമാണിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുന്നു. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഒരുവൻ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കഴിച്ച മഹാപാപപരിഹാര ബലി തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് താനൊരു പാപിയാണെന്ന് അംഗീകരിച്ച് തൻ്റെ പാപങ്ങളെ
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യേശു ആ വ്യക്തിയെ മാനസാന്തരപ്പെട്ട ക്രൂശിലെ കള്ളനെ അംഗീകരിച്ചതുപോലെ അംഗീകരിക്കുകയും അവനെ നീതിമാനായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, ആ വ്യക്തിയെ പിതാവ് സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തികൾ ദൈവത്തിൽ നിന്നും ജനിച്ചവരാണ്. അവർക്ക് വീണ്ടും പാപം ചെയ്യുവാൻ സാധിക്കാതെ വണ്ണം ദൈവസ്നേഹം അവരിൽ നിറഞ്ഞു വരുന്നു. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവനിൽ ഇല്ല എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭൂമിയിൽ എത്ര കോടി ജനങ്ങളുണ്ടായിരുന്നാലും അത്രയും ജനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവനെ സ്നേഹിക്കുന്നവർ ആരെല്ലാം എന്ന് ദൈവത്തിന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ചിലരുടെ പേര് ദൈവം ജീവപുസ്തകത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ചിലരുടെ പേര് മണ്ണിലാണ് എഴുതുന്നത്. മണ്ണിൽ പേരെഴുതിയിരിക്കുന്ന വ്യക്തികളെ ദൈവം അറിയുകയില്ല. ന്യായവിസ്താര സമയത്ത് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടാകുമ്പോൾ യേശു കരുണ കൂടാതെ ചില വ്യക്തികളോട് പറയുന്ന കാര്യം യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് യഹൂദന്മാരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്നാൽ ആ വാക്ക് യേശുവിൽ നിന്നും കേട്ടവർ പറഞ്ഞത്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്നാണ്. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുള്ളതാകിയാൽ ആ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപാവരത്തിൻ്റെ പട്ടികയിലുള്ള കാര്യങ്ങളാണ്. കൃപാവരം പൊതുപ്രയോജനത്തിനുള്ളതാണ്. കൃപാവര പ്രാപ്തിനു വേണ്ടിയുള്ളതല്ല. കൃപാവര പ്രാപ്തൻ വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിലും ദൈവം കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കാത്തവൻ ആകയാൽ കൃപാവരം തിരികെ എടുക്കുകയില്ല. എന്നാൽ പാപം ചെയ്ത് ദൈവവചനം അനുസരിക്കാതെ കൃപാവര ശുശ്രൂഷയോ പ്രസംഗമോ നടത്തിയാലും ആ വ്യക്തികളെ ദൈവം ഒരിക്കലും അറിയുകയോ അവരെ സ്നേഹിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ വലിയ ആൾക്കൂട്ടത്തിൽ ഏകനായി താമസിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളെ നോക്കി കർത്താവ് ഫിലദൽഫിയയിലെ സഭയോട് പറഞ്ഞതുപോലെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആർക്കും അടയ്ക്കുവാൻ പറ്റാത്തൊരു വാതിൽ നിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. ആകയാൽ നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും പട്ടികയിൽ യേശു ക്രിസ്തുവിനാൽ ഇടം പിടിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയദൃഷ്ടി അങ്ങ് പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിന് പരിഹാരം വരുത്തി കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.